നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം SDP-യുമായി ബന്ധപ്പെട്ട വിഷയം, SDP-യുടെ വോട്ട് വേണമോ വേണ്ടയോ എന്ന ചോദ്യത്തിന് വളരെ ഡയറക്റ്റായ ഒരു ഉത്തരം പറയാൻ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കഴിയാതെ പോകുന്നത്? കൃത്യമായി ഉത്തരം നൽകിയിട്ടുണ്ട്. വർഗീയവാദികളോട് ഞങ്ങൾ സഖ്യം ചേരില്ല. അത്തരം ആളുകളിൽ നിന്ന് ഞങ്ങൾ എവിടെ നിന്നും ഒരു ഘട്ടത്തിലും വോട്ട് വാങ്ങിയിട്ടില്ല. ഈ ഉത്തരം നൽകുന്നതിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ത് അവ്യക്തതയാണ് വരുത്തിയിട്ടുള്ളത്? അല്ല, ഈ വർഗീയവാദികളിൽ SDP ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ചോദിക്കുന്നുണ്ടല്ലോ. SDP തീവ്രവാദികളാണോ എന്ന അടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഞാനല്ലല്ലോ കേരളം ഭരിക്കുന്നത്, ഞാനല്ലല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി. നിങ്ങൾക്ക് എന്തോ വിഷമമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും വേദനയുണ്ടോ? നിങ്ങൾ ആ വേദന വെച്ചുകൊണ്ടിരിക്കൂ തുടങ്ങിയ കാര്യങ്ങളല്ലാതെ SDP-യുടെ വോട്ട് വേണ്ട എന്ന് പറയാത്തെന്താ? കൃത്യമായി പറഞ്ഞല്ലോ, ഏതെങ്കിലും വിഭാഗത്തിന്റെ വോട്ടുകളെ സംബന്ധിച്ചുള്ള മാത്രമല്ല വിഷയം വർഗീയവാദികളുമായി ബന്ധപ്പെട്ട നിലപാടിലാണ്. വർഗീയവാദികളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാട് അസന്നിഗ്ധമാണ്, പ്രഖ്യാപിതമാണ്. വർഗീയവാദികളുമായി യാതൊരു ബന്ധവും ഞങ്ങൾ വെച്ചു പുലർത്തില്ല. വർഗീയവാദവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ നിലപാടില്ല. ഒരു കാര്യം SDP-യുടെ പിന്തുണ എന്ന് പറഞ്ഞു കേട്ടപ്പോൾ SDP തന്നെയാണ് ഞാനിപ്പോ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് വോട്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് SDP-യുടെ വോട്ട് വേണ്ട എന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയാത്തത് എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ കൃത്യമായി ഇനിയുള്ള എല്ലാ ദിവസവും കേരളത്തിന്റെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഒരു സംശയവും വേണ്ട, സംശയലേശമന്യേ നിങ്ങൾക്ക് അസന്നിഗ്ധമായി കേരളത്തിലെ LDF-നെ വിശ്വസിക്കാം. വർഗീയവാദികളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഒരു ബാന്ധവത്തിന് ചരിത്രത്തിൽ എവിടെയും CPM പോയിട്ടില്ല. എന്നാൽ എന്താണ് കോൺഗ്രസിന്റെ സ്ഥിതി? മാസങ്ങൾക്ക് മുമ്പല്ലേ ഈ പറഞ്ഞ പാലക്കാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്? ആദ്യമായി ഇനി വരും ദിവസങ്ങളിലും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും, ചോദിക്കാമെന്ന് 2 തവണ ചോദിച്ചു സഞ്ജീവേ, 2 തവണ ചോദിച്ചു. അപ്പോഴൊക്കെ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകും, നിങ്ങൾ ആ വിഷമം കൊണ്ട് നടക്കുക, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും തുടങ്ങിയ കാര്യങ്ങളെ പറയുന്നുള്ളൂ. അതിൽ ചില മാധ്യമ അജണ്ടകളും ഇല്ലേ മധു? ചില മാധ്യമ അജണ്ടകളും അതിൽ പ്രത്യേകമായി വെച്ചു പുലർത്തുന്ന ഇടപെടലുകളും ഉണ്ടായിട്ടില്ലേ? കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഏതോ കേസിലെ പ്രതിയെ എന്ന പോലെ തന്നെ ചില മാധ്യമ പ്രവർത്തകർ എന്തൊക്കെ വിധത്തിലാണ് അദ്ദേഹത്തിന് നേരെ വാക്കുകൾ ഉപയോഗിച്ചത്? ആക്രോശിക്കുകയായിരുന്നില്ലേ? അപ്പോൾ കൃത്യമായി ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു പോകാൻ തയ്യാറായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി എന്താണ് ഒരു മുഖ്യമന്ത്രിയോട് പറയേണ്ടത് എന്ന് ശങ്കിച്ചു നിന്നിരുന്ന കാലവും ഉണ്ടല്ലോ. അതവിടെ നിൽക്കട്ടെ, ഞാൻ ചോദിച്ചത് എന്താണ്, ഇപ്പൊ മുഖ്യമന്ത്രി 2 തവണ ചോദിച്ചു, അദ്ദേഹത്തിന് SDP ഒരു വർഗീയ പ്രസ്ഥാനമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ പറയാൻ കഴിയില്ലേ? SDP എന്നല്ല ഒരു വർഗീയ പാർട്ടികളുടെയും. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മീഡിയ ചർച്ചയിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞു, അടക്കമുള്ള നേതാക്കൾ തീവ്രവാദി സ്വഭാവമുള്ള സംവിധാനങ്ങളെ ഇങ്ങനെ എന്റർടൈൻ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേ സംവിധാനങ്ങളോട് തന്നെ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, കേരളത്തിന്റെ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, ഒരു വർഗീയവാദികളോടും ഞങ്ങൾക്ക് കൂട്ടില്ല, അവരോടൊപ്പമില്ല, അവരുടെ ഒരു വോട്ടും വേണ്ടതില്ല. ഇത് ഇനിയും എന്തിനാണ് ആവർത്തിക്കുന്നത്? ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവർ മാത്രമാകണമെന്നില്ല വർഗീയവാദികൾ എന്ന് പറയുന്നത് ഒരു മനോനിലയാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് പക്ഷേ പറയാനും കഴിയില്ല. ഇത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറിച്ച് വളരെ ഷാർപ്പായി ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരെടുത്ത് പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പ്രത്യേകിച്ച് അവരാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. മഞ്ചേശ്വരത്തടക്കം മങ്കടയിലടക്കം 2 സ്ഥാനാർത്ഥികളെ അവിടെ നിന്ന് പിൻവലിക്കുന്നു. അത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് വേണ്ടിയാണ് ആ പിൻവലിച്ചത് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവരങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കുമ്പോൾ ആ വോട്ട് നിങ്ങൾക്ക് വേണമോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ പറ്റില്ലേ? കൃത്യമായി പറയാൻ കേരളത്തിലെ LDF-ന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ ഇടങ്ങളിലൊക്കെയും ജനാധിപത്യത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനമെടുക്കുന്നത് അവരുടെ രാഷ്ട്രീയ നിലപാടിനനുസരിച്ചാണ്. അവരെടുക്കുന്ന തീരുമാനത്തെ സംബന്ധിച്ച് ഞങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായി മുന്നേ കാലെക്കൂട്ടി അഭിപ്രായം പറയുന്നതും എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാമല്ലോ. കൂട്ടിച്ചേർക്കലിനുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞില്ല. ഇനി ഞാൻ കേൾക്കാഞ്ഞിട്ടാണെങ്കിൽ ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ഈ ചോദ്യം സഖാവ് അഭിമന്യുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് UDF ഇന്ന് നടത്തുന്ന കള്ളക്കരച്ചിലുകളുടെ ഈ ചോദ്യം തിരിച്ചങ്ങോട്ടേക്ക് ചോദിച്ചാൽ എന്തായിരിക്കും അവരുടെ മറുപടി? നിങ്ങളോട് ചോദിക്കുമെന്ന് വഴങ്ങിയില്ല.
നിങ്ങളോട് അത് പറഞ്ഞതുപോലെ ചോദിക്കുമെന്ന് വി ആർ അനൂപ് പറഞ്ഞപ്പോൾ ഞാനതിന് വഴങ്ങില്ല. എന്റെ ചോദ്യം ഞാൻ നിങ്ങളോടാണ്. കൃത്യമായി ഉത്തരം പറഞ്ഞു. ഞാൻ കൃത്യമായി ഉത്തരം പറഞ്ഞു. നിങ്ങൾ പറഞ്ഞല്ലോ പ്രതികളാണ് സഖാവ് ഞാൻ അഭിമന്യുവിന്റെ കൃത്യമായി നെഞ്ചിൽ ഉത്തരം പറഞ്ഞു. കഠാര കുത്തി ഇറക്കിയത്. ഈ പറഞ്ഞ ആളുകളുടെ വോട്ട് വേണ്ട. കഠാര കുത്തി ഇറക്കിയത് അത്രത്തോളം നിങ്ങളുടെ വേണ്ട. നെഞ്ചിൽ ആഞ്ഞു കുത്തിയ പറഞ്ഞല്ലോ. സംഘടനയുമായി നിങ്ങൾക്ക് ബാന്ധവം വേണോ? വോട്ട് നിങ്ങൾക്ക് വേണ്ടല്ലോ. വോട്ട് അതന്നെയാണ് വേണോ എന്ന് പറഞ്ഞത്. ചോദിച്ചാൽ ഈ തെറ്റായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ വലത് മാധ്യമങ്ങളുടെ ബോധത്തിലേക്ക്, ഈ പറഞ്ഞ വലതുപക്ഷ സംഘടനകളുടെ ബോധത്തിലേക്ക് ഞങ്ങൾ വലിച്ചിടണ്ട. ശ്രമിക്കുന്ന ഏത് മാധ്യമ അജണ്ടയോ പ്രതിപക്ഷ അജണ്ടയോ ഉണ്ടെങ്കിൽ കട്ടക്കൽ വെച്ച് മുറിച്ചു കളഞ്ഞേക്കണം. ഞങ്ങൾക്ക് വേണ്ട എന്നൊരൊറ്റ വാക്ക് പറഞ്ഞ തുറന്നു കാണിക്കുകയാണ്. ഞാൻ പറയുന്നത് ഈ വർഗീയവാദികളുടെ വോട്ട് വാങ്ങിയിട്ട് പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് വിജയിച്ചു കയറി വന്നിട്ട് അഭിമന്യുവിന്റെ പേരിൽ കണ്ണീര് വാർക്കാൻ ശ്രമിക്കുന്ന ഇവർ ഈ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വർഗീയതകൾ ഏതൊക്കെ അറ്റം വരെ പോയിട്ടുണ്ട്. ഇതേ പറഞ്ഞ വി ഡി സതീശൻ സംഘപരിവാറിന്റെ വോട്ട് വേണ്ട എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് വേദനയുണ്ടോ? ഞങ്ങൾ എപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്? ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ല ഈ പറഞ്ഞ പ്രശ്നമുള്ളൂ. നിങ്ങൾ എവിടത്തേക്കാണ് ഈ ചോദ്യം കൊണ്ടുവന്നത്? ഞാൻ എത്ര തവണ ഉത്തരം പറഞ്ഞു. നേരത്തെ ഒരാൾ ഉത്തരം പറയാതെ നിങ്ങൾ 15 ചോദ്യം ചോദിച്ചു. നിങ്ങൾ ഉത്തരം ചോദിച്ചു, ഞാൻ ഉത്തരം പറഞ്ഞിട്ടും സബ്സിഡറി ചോദ്യം. മൂപ്പർക്ക് ഉത്തരമില്ലാതെ മൂപ്പർ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഷ്ടപ്പെട്ടില്ലേ? കഷ്ടപ്പെട്ട മൂപ്പരെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ മൂപ്പർ ഇപ്പൊ ഇവിടെ ഇരിക്കല്ലേ? അപ്പൊ ഞാൻ കൃത്യമായി ഉത്തരം തന്നല്ലോ. ഞാൻ നിങ്ങൾക്ക് ഉത്തരം തന്നു. ഞാനിപ്പോ ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പം കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പം വിളിച്ചിട്ട് എനിക്ക് എന്താ സഖാവ് എന്താണ് നിങ്ങൾ അങ്ങനെ ഒന്ന് നേരിട്ട് പറയാഞ്ഞത്? അത് പറയേണ്ട കാര്യങ്ങളല്ലേ എന്ന് ഇപ്പൊ ചോദിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും അദ്ദേഹം കൃത്യമായി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരുന്ന ആളാണ്. അദ്ദേഹം തന്നിരിക്കും. അതിലെന്താ സംശയം നിങ്ങൾക്ക്? ഇവിടെ ഇന്ന് എനിക്ക് ഇപ്പോൾ പറയുന്ന കാര്യം എന്റെ പാർട്ടിയുടെ നിലപാട്, എന്റെ മുന്നണിയുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അസന്നിഗ്ധമാണ്. വർഗീയതയോട് സന്ധിയില്ല. പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ അങ്ങ് പറഞ്ഞ 15 ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിച്ചത്. SDP-യുമായി ഞങ്ങൾക്ക് ബന്ധമില്ല, വോട്ട് വേണ്ട ഈ തെരഞ്ഞെടുപ്പിലെന്ന് നാളെ അടുത്ത തവണ മാധ്യമങ്ങളെ കാണുമ്പോൾ മുഖ്യമന്ത്രി പറയും അല്ലേ? നാളെ ഇപ്പൊ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കൂ. കൃത്യമായി ഉത്തരം കിട്ടിയിരിക്കും. ശരി സ്വാഭാവികമായി 2 തവണ ചോദിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പാർട്ടി സെക്രട്ടറി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു, എം സ്വരാജ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു, MA ബേബി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. പാർട്ടി സെക്രട്ടറിയും LDF-ഉം ഒരു കാര്യം കൂടി മാധു, ഒരു കാര്യം കൂടി. പാർട്ടി പോളിറ്റ് ബ്യൂറോയിലെ അംഗമാണ് പിണറായി വിജയൻ. പാർട്ടി പോളിറ്റ് ബ്യൂറോയുടെ ജനറൽ സെക്രട്ടറിയായ MA ബേബി പറഞ്ഞ നിലപാട് തന്നെയാണ് സഖാവ് പിണറായിയുടേത്. എന്താ വ്യത്യസ്ത അഭിപ്രായമുള്ളത്? അല്ല, വ്യക്തമാക്കിയല്ലോ. എനിക്ക് ആ നിലപാടാണ്. SDP-യുടെ വോട്ട് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം വേറെ ഏതൊക്കെയോ വേദനകളെ പ്രതിപക്ഷം കള്ളക്കണ്ണീർ ഒഴിക്കുന്ന, പ്രതിപക്ഷം ഈ ആരോപണം ഉന്നയിക്കുന്നത് ഇന്നും ഇന്നലെയുമല്ല. PS സഞ്ജീവ് അഭിമന്യുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 2018 ആ കൊലപാതകം നടന്നത്. 2020 ആ പ്രതികളിൽ പലരും കീഴടങ്ങുന്നത് വരെ പോലീസിന് കണ്ടുപിടിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും ആ വിമർശനമുണ്ടായി. കൃത്യമായി അതാത് ഘട്ടങ്ങളിൽ ഈ ചർച്ചകളൊക്കെ നമ്മൾ നടത്തിയതാണ്. സഖാവ് അഭിമന്യുവിന്റെ കേസാവട്ടെ, ധീരജിന്റെ കേസാവട്ടെ, കേരളത്തിലെ വർഗീയവാദികളും വലതുപക്ഷവും നടത്തിയിട്ടുള്ള കലാലയ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ഇരയായ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇവർ ഇപ്പോൾ നടത്തുന്ന പൂങ്കണ്ണീരും ദീനവിലാപങ്ങളും ഒക്കെയും ഈ പറഞ്ഞ കേവല വോട്ടുകൾക്ക് വേണ്ടി ഇപ്പോഴും ഓപ്പൺ ചോദ്യമാണ്. VD സതീശൻ പറവൂരിലെ RSSന്റെ വോട്ട് വേണമോ വേണ്ടയോ? ഇപ്പോ നേരത്തെ പറഞ്ഞല്ലോ രാഷ്ട്രീയ വനവാസത്തിലേക്ക് ഞാൻ ഈ പരിപാടി ചോദിച്ചത്. പക്ഷെ ഞാനത് എടുക്കുന്നു. കാരണം അങ്ങ് ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന പ്രതിനിധി എന്ന നിലയ്ക്ക് അങ്ങയുടെ രാഷ്ട്രീയ പ്രസ്ഥാനവും അതിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഏൽപ്പിക്കുന്ന മുഖ്യമന്ത്രിയും നാളെ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ മറുപടി പറയും എന്ന ആത്മവിശ്വാസത്തോടെ അങ്ങ് പറഞ്ഞു. ഞാൻ അതിനെ എടുക്കുകയും ചെയ്യുന്നു. PS സഞ്ജീവ്, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ചർച്ചയിൽ ഇപ്പോൾ VR അനൂപിനോ അങ്ങേക്കോ ആ നിലപാടേ പറയാൻ കഴിയുള്ളൂ. അത് അങ്ങ് പറഞ്ഞിരിക്കുന്നു. ഞാൻ അതിനെ നാളെ വരെയും വിശ്വസിക്കാൻ തയ്യാറുമാണ്. അങ്ങനെയാണ് ആ ചർച്ച പോകേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ശ്രീ N ശ്രീകുമാർ, നോക്കൂ, അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള വിശ്വാസം നാളെ ആ അഭിപ്രായം പറയാൻ കഴിയും എന്നൊരു വിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. ഒരു കാര്യമുണ്ട്, പ്രഖ്യാപിത നിലപാട് അതുപോലെ നിലനിൽക്കുകയാണ് കേട്ടോ. പ്രഖ്യാപിത നിലപാട് അത് അങ്ങനെ തന്നെയാണ്. പ്രഖ്യാപിതമായ നിലപാടുണ്ടെങ്കിൽ എല്ലാവർക്കും നിലപാട് ആവർത്തിക്കാൻ കഴിയണം എന്നുള്ളതുകൊണ്ടാണ്. ലക്ഷണങ്ങളും കിട്ടും. Debate with Madhu Saji.